മഴക്കാലമാകുമ്പോൾ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമാണ് ശരീരമാസകലം ഉണ്ടാകുന്ന വേദനകൾ. പലരിലുമുള്ള ഒരു വിശ്വാസമാണ് ആയുർവേദത്തിൽ അക്യൂട്ടായിട്ടും ക്രോണിക്കായിട്ടുമുള്ള വേദനകൾക്ക് യാതൊരു തരത്തിലുള്ള ചികിത്സകളും ഇല്ല എന്നുള്ളത്. അതുപോലെ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ലോങ് ടേം ആയിട്ട് കഴിക്കേണ്ടി വരിക, ഈ വർഷം ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷവും ട്രീറ്റ്മെന്റ് എടുത്തു പോകണം എന്നുള്ള തരത്തിലുള്ള മിഥ്യാധാരണകളും പലരിലും കാണാറുണ്ട്. പക്ഷേ സത്യം എന്തെന്നാൽ ആയുർവേദത്തിൽ അക്യൂട്ടായിട്ടും ക്രോണിക്കായിട്ടും വരുന്ന വേദനകൾക്ക് ധാരാളം ചികിത്സകൾ തന്നെ പരാമർശിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ പെയിൻ മാനേജ്മെന്റിന്റെ കേസിൽ ബോത്ത് ഇന്റേണൽ മെഡിസിൻസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ തെറാപ്പീസുമാണ് നൽകി വരുന്നത്. ഇന്റേണൽ മെഡിസിൻസ് ആയിട്ട് കഷായങ്ങൾ, ഗുളികകൾ, അരിഷ്ടങ്ങൾ, ഹെർബൽ ചൂർണങ്ങൾ ഇവയൊക്കെ അവസ്ഥാനുസരണം നമ്മൾ നൽകി വരുന്നുണ്ട്. എക്സ്റ്റേണൽ തെറാപ്പികളായിട്ടുള്ള അഭ്യംഗം സ്റ്റീം, പലതരത്തിലുള്ള കിഴികൾ, ഇലക്കിഴി, ധാന്യാമ്പളക്കിഴി, പൊടിക്കിഴി, നാരങ്ങക്കിഴി തുടങ്ങിയവയും സർവാംഗധാരകൾ, കഷായധാര, ധാന്യാമ്പളധാര തുടങ്ങിയിട്ടുള്ള ധാരകളും പെയിനും ഇൻഫ്ലമേഷനും ഒഴിവാക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേപനങ്ങൾ, അതായത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലീവ്സോ അതിനനുയോജ്യമായിട്ടുള്ള പാർട്സോ പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം അഫക്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത് ഇഞ്ചുറീസ്, സ്പ്രെയിൻ, അതുപോലെ തന്നെ സ്വെല്ലിങ്സ് എന്നിവ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ട്രീറ്റ്മെന്റുകളൊക്കെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അണ്ടറിൽ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺടാക്ട് ഉയർവിനി ഫോർ മോർ ഡീറ്റെയിൽസ്.